ഹായ് വെൽക്കം ടു അബോധ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഹൗ ടു ആഡ് ബ്ലോഗ്. എങ്ങനെ ഒരു ബ്ലോഗ് ആഡ് ചെയ്യും, അതിന് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ്, വാട്ട് ഈസ് എ ബ്ലോഗ്? എ ബ്ലോഗ് ഈസ് എ ഓൺലൈൻ ആർട്ടിക്കിൾ ഓർ ഇൻഫർമേഷണൽ വെബ് പേജ്. ബ്ലോഗ് എന്നത് ഒരു ആർട്ടിക്കിൾ ആണ്, അതല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്ന ഒരു വെബ് പേജ്, വെബ്സൈറ്റിലെ ഒരു പേജ് ആണ് ബ്ലോഗ് എന്നത്. യൂസ് ടു ഷെയർ നോളേജ്, അപ്ഡേറ്റ്സ്, ടിപ്സ് ആൻഡ് ന്യൂസ്. ആ ബ്ലോഗിൽ എന്താണ് നമ്മുടെ ഇൻഫർമേഷൻ ഓർ നോളേജ് ഓർ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ന്യൂസ് ഓർ ടിപ്സ് ഷെയർ ചെയ്യുന്ന പോലത്തെ ആയിരിക്കും ബ്ലോഗ് എന്നത്. ഹെൽപ്സ് ഇംപ്രൂവ് വെബ്സൈറ്റ് ട്രാഫിക് ഓൺ SEO. ബ്ലോഗ് നമ്മുടെ വെബ്സൈറ്റിലെ ട്രാഫിക് ഇംപ്രൂവ് ചെയ്യാനും വെബ് റാങ്കിങ്ങിലോട്ട് കൊണ്ടുവരാനും SEO ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇമ്പോർട്ടൻസ് ഓഫ് ബ്ലോഗ് ടോപ്പിക്. ഓക്കെ, ബ്ലോഗ് ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ അട്രാക്ട് ടാർഗറ്റ് ഓഡിയൻസ്. ഓക്കെ, ടാർഗറ്റ് ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ പറ്റും ബ്ലോഗ് ടോപ്പിക്. ഇംപ്രൂവ് സെർച്ച് എഞ്ചിൻ റാങ്കിങ്. ഓക്കെ, ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ട്രാഫിക് വരികയും അപ്പോൾ നമ്മുടെ എന്താണ് സെർച്ച് എഞ്ചിനിൽ റാങ്കിങ്ങിലോട്ട് വരാൻ ഹെൽപ്പ് ചെയ്യും. ഇൻക്രീസ് വെബ്സൈറ്റ് എൻഗേജ്മെന്റ്. എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് അവരെ കൊണ്ട് ഷെയർ ഓർ കമന്റ്സ് ഒക്കെ ചെയ്യിപ്പിക്കുക, അവരെ കൊണ്ടൊരു എൻഗേജ് ചെയ്യിപ്പിക്കാൻ, അവരെ അവിടെ ഒരു ആക്ടിവിറ്റി ചെയ്യിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും, ബ്ലോഗിന്റെ ടോപ്പിക് മൂലം സാധിക്കും. നെക്സ്റ്റ്, ജനറേറ്റ് ലീഡ് ആൻഡ് സെയിൽ. കൂടുതൽ ട്രാഫിക്കും റാങ്കിങ്ങിലോട്ട് വരുമ്പോൾ ലീഡ് കിട്ടാനും കൂടുതൽ സെയിൽസ് നടക്കാനും പറ്റും. ബിൽഡ് ബ്രാൻഡ് അതോറിറ്റി. ബ്ലോഗ് ടോപ്പിക് കൂടുതൽ ട്രാഫിക്കും സെയിൽസ് എല്ലാം നടക്കുമ്പോൾ നമ്മുടെ ബ്രാൻഡ് അതോറിറ്റി ഇംപ്രൂവ് ചെയ്യാം ഓർ കൂടുതൽ പേരിലോട്ട് നമ്മുടെ ബ്രാൻഡ് അറിയിക്കാൻ സാധിക്കും ബ്ലോഗ് ടോപ്പിക്. അതാണ് ബ്ലോഗ് ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ്, ഹൗ ടു ചൂസ് എ ബ്ലോഗ് ടോപ്പിക്. ഒരു ബ്ലോഗ് ടോപ്പിക് എങ്ങനെ ചൂസ് ചെയ്യും? അപ്പൊ ഒരു ബ്ലോഗ് ടോപ്പിക് ചൂസ് ചെയ്യുമ്പോൾ ഐഡന്റിഫൈ ടാർഗറ്റ് ഓഡിയൻസ്. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റോ സർവീസ് എടുക്കുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റ് ഏത് ഓഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നത്, ആ ഓഡിയൻസ് ആരൊക്കെയാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നെക്സ്റ്റ്, റിസർച്ച് ട്രെൻഡിങ് ടോപ്പിക്. നമ്മളൊരു ബിസിനസ്സിലെ ഒരു കാറ്റഗറി, ഇപ്പൊ ഒരു മാമർത്തിന്റെ ഒരു പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മാമർത്ത് ബിസിനസ്സിന് വേണ്ടി നമ്മൾ ബ്ലോഗ് ചെയ്യുകയാണെങ്കിൽ അവരുടെ പല പ്രൊഡക്ട്സ് ഉണ്ട്. ആ പ്രൊഡക്ട്സിലെ ഏത് പ്രൊഡക്ട്സ് ആണെന്ന് ട്രെൻഡിങ്, ആ ട്രെൻഡിങ് ടോപ്പിക്കിനെ കുറിച്ചായിരിക്കണം നമ്മൾ ബ്ലോഗ് എഴുതേണ്ടത്. യൂസ് കീവേഡ് റിസർച്ച്. ഓക്കെ, കീവേഡ് റിസർച്ച് ചെയ്യാം. അപ്പൊ എത്ര പേര് നമ്മുടെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് സെർച്ച് ചെയ്യുന്നുണ്ട്, ഏതെല്ലാം കീവേഡാണ് കൂടുതൽ സെർച്ച് ചെയ്യുന്നുണ്ട്, അതിന്റെ വോളിയം എത്രയാണ് എന്നെല്ലാം നമ്മൾ റിസർച്ച് ചെയ്യണം. നെക്സ്റ്റ്, അനലൈസ് കോമ്പറ്റീറ്റേഴ്സ്. ഇപ്പൊ നമ്മൾ എടുക്കുന്ന പ്രൊഡക്റ്റിന്റെ സെയിം കോമ്പറ്റീറ്റർ ആരൊക്കെയാണോ, അവരെന്താണ് അവർ യൂസ് ചെയ്യുന്നത് സ്ട്രാറ്റജി, അവരുടെ യുണീക് സെല്ലിംഗ് പോയിന്റ് എന്താണ് എന്നെല്ലാം മനസ്സിലാക്കണം. ഓക്കെ, സോൾവ് കസ്റ്റമർ പ്രോബ്ലം. ഓക്കെ, നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ കസ്റ്റമേഴ്സിന്റെ പ്രോബ്ലം എത്രത്തോളം സോൾവ് ചെയ്യുന്നുണ്ട് അത് ഇൻക്ലൂഡ് ചെയ്യുന്ന പോലത്തെ ബ്ലോഗ് ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ടൂൾസ് ഫോർ ഫൈൻഡിങ് ബ്ലോഗ് ടോപ്പിക്. അപ്പൊ നമ്മളൊരു ബ്ലോഗ് ടോപ്പിക് ഫൈൻഡ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം ട്രെൻഡിങ് ആണ്, അത് എത്രത്തോളം റിസർച്ച് വരുന്നുണ്ട്, അത് എത്ര പേര് സെർച്ച് ചെയ്യുന്നുണ്ട് എന്നെല്ലാം അറിയാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് ഉണ്ടല്ലോ. ഗൂഗിൾ ട്രെൻഡ്സ്, ഗൂഗിൾ കീവേഡ് പ്ലാനേഴ്സ്, ഊബർ സജസ്റ്റ്, ആൻസർ ദ പബ്ലിക്, സോഷ്യൽ മീഡിയ ട്രെൻഡ്സ്, ഇതുപോലുള്ള ടൂളുകൾ ഉപയോഗിച്ച് നമ്മുടെ ചൂസ് ചെയ്യുന്ന ടോപ്പിക് ഓർ ബ്ലോഗ് എത്രത്തോളം ട്രെൻഡാണ്, എത്രത്തോളം സെർച്ചസ് വരുന്നുണ്ട്, എത്ര വോളിയം ഉണ്ട് എന്നെല്ലാം നമ്മൾ ആദ്യം ഫൈൻഡ് ചെയ്യാം. നെക്സ്റ്റ്, സ്റ്റെപ്പ് ടു ആഡ് ബ്ലോഗ് ടോപ്പിക്. നമ്മളൊരു ബ്ലോഗ് എങ്ങനെ നമ്മുടെ വെബ്സൈറ്റിലോട്ട് ആഡ് ചെയ്യാമെന്ന് നോക്കാം. ലോഗിൻ ടു വെബ്സൈറ്റ് ഡാഷ്ബോർഡിലോട്ട് ലോഗിൻ ശേഷം ഗോ ടു ബ്ലോഗ് സെഷനിലോട്ട് പോവുക. ക്ലിക്ക് എ ന്യൂ പോസ്റ്റ്. നമ്മൾ ആഡ് ന്യൂ പോസ്റ്റിൽ പോയിട്ട് ഒരു പുതിയ പോസ്റ്റ് എടുക്കുക. അതിൽ എൻ്റർ ബ്ലോഗ് ടൈറ്റിൽ, നമ്മൾ ചൂസ് ചെയ്ത ടൈറ്റിൽ അവിടെയാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം ആഡ് കണ്ടന്റ്. നമ്മുടെ കണ്ടന്റ്, ആ കണ്ടന്റ് എങ്ങനെയായിരിക്കണം, ക്വാളിറ്റി ഉള്ളതായിരിക്കണം, എൻഗേജ് ചെയ്യിപ്പിക്കുന്നതായിരിക്കണം. ഓക്കെ, ആ കണ്ടന്റ് അങ്ങോട്ട് ആഡ് ചെയ്യാം. അതിനുശേഷം ഇൻസേർട്ട് ഇമേജ് ആഡ് ചെയ്യാം. ഓക്കെ, എങ്ങനെയുള്ള നമ്മുടെ കണ്ടന്റിന് റിലേറ്റഡ് ആയിട്ടുള്ള യൂസറിന് കണക്ട് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഇമേജ് ആഡ് ചെയ്യാം. ആഡ് SEO കീവേഡ്, നമ്മൾ റിസർച്ച് ചെയ്ത കീവേഡ്സ് അതിലോട്ട് ആഡ് ചെയ്യാം. അതിനുശേഷം പബ്ലിഷ് ദ ബ്ലോഗ്. അങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റിലോട്ട് നമ്മുടെ ബ്ലോഗ് ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, SEO ടിപ്സ് ഫോർ ബ്ലോഗ് ടോപ്പിക്. യൂസ് ഫോക്കസ് കീവേഡ്.
നമ്മുടെ ഫോക്കസ് കീവേഡ്, നമ്മളെ എന്താണ് നമ്മുടെ ബിസിനസ് ഓർ നമ്മുടെ ടോപ്പിക്കിന് ഫോക്കസ് ചെയ്യുന്ന കീവേഡ്, ആ കീവേഡ് ആഡ് ചെയ്യാം. ആഡ് മെറ്റാ ടൈറ്റിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ. നമ്മുടെ മെറ്റാ ടൈറ്റിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കണ്ടന്റിനെ ഒപ്റ്റിമൈസ് ചെയ്ത് കൊടുക്കുന്ന ടൈറ്റിലിനെയാണ് നമ്മൾ മെറ്റാ ടൈറ്റിൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ബ്ലോഗ് ടോപ്പിക്കിലെ കണ്ടന്റിനെ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള ഒരു ടൈറ്റിൽ കൊടുക്കുക. ആൻഡ് ഡിസ്ക്രിപ്ഷൻ, നമ്മുടെ കണ്ടന്റിനെ ഷോർട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുക്കുക. യൂസ് ഹെഡ്ലൈൻസ് 1, H1, H2, H3 എന്നുള്ള ഓർഡർ ബേസ്ഡ് ആയിട്ടുള്ള ഹെഡ്ലൈൻസ് കൊടുക്കുക. ഒപ്റ്റിമൈസ് ഇമേജ്, ഇമേജ് ഒപ്റ്റിമൈസ് ചെയ്യുക. ഇമേജിന്റെ അകത്ത് നമുക്ക് കീവേഡ് ആഡ് ചെയ്യാം. പിന്നെ യൂസർ റിലേറ്റഡ് ആയിട്ടുള്ള ഓർ കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജ് ആഡ് ചെയ്യാം. ആഡ് ഇന്റേണൽ ലിങ്ക്, സം പേജസ്, വേറെ ബ്ലോഗുകൾ അല്ലെങ്കിൽ വേറെ പേജുകൾ തമ്മിലുള്ള ലിങ്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനെയാണ് നമ്മൾ ഇന്റേണൽ ലിങ്കിങ് എന്ന് പറയുന്നത്. റൈറ്റിംഗ് എൻഗേജിങ് കണ്ടന്റ്, യൂസേഴ്സിനെ എൻഗേജ് ചെയ്യുന്ന കണ്ടന്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടായിരുന്നു, ഒരു കണ്ടന്റ് യൂസറിനെ ബോറടിപ്പിക്കാത്ത, എൻഗേജ് ചെയ്യിപ്പിക്കുന്ന പോലത്തെ, അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്ന കണ്ടന്റ് ആയിരുന്നു. അതുപോലുള്ള കണ്ടന്റ് എഴുതാൻ ശ്രമിക്കുക. നെക്സ്റ്റ് എക്സാമ്പിൾ ബ്ലോഗ് ടോപ്പിക്. ഒരു ബ്ലോഗ് ടോപ്പിക് എക്സാമ്പിൾ ആണ് ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഏതൊക്കെയാണ് എന്നൊരു ടോപ്പിക്. അപ്പൊ അത് വായിക്കാൻ ഒരു യൂസേഴ്സ് വരും. കാരണം അവർക്ക് ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുന്ന പോലത്തെ ടൈറ്റിൽ ഓർ ടോപ്പിക് ആണ് അവർ ചൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് SEO ടിപ്സ് ഫോർ ബിഗിനേഴ്സ്. ഒരു ബിഗിനർ എന്തായാലും SEOയുടെ ടിപ്സ് അറിയാൻ വരും. നെക്സ്റ്റ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ട്രെൻഡ്സ്. എല്ലാവർക്കും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അറിയെങ്കിലും അതിൽ പുതിയ ട്രെൻഡ്സ് എന്താണെന്ന് അറിയാൻ വീണ്ടും വരും. അപ്പോൾ ടോപ്പിക് ചൂസ് ചെയ്യുന്നത് യൂസേഴ്സിന് എന്താ ഇൻഫർമേഷൻ കിട്ടുന്നതും ആയിരിക്കണം, അവർക്ക് അട്രാക്റ്റീവ് പോലെ ആയിരിക്കണം. നെക്സ്റ്റ് ഇമെയിൽ മാർക്കറ്റിംഗ് ഗൈഡ്. ഓക്കെ, ഇമെയിൽ മാർക്കറ്റിംഗിന്റെ ഗൈഡ് എന്നൊരു ടോപ്പിക് ചൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഗൂഗിൾ ആഡ്സ് ബേസിക്സ്. ഓക്കെ, അപ്പൊ ഒന്നും അറിയാത്ത ഒരാൾ ബേസിക് പഠിക്കുക എന്ന് പറയാൻ വരുന്നവർക്ക് നമ്മുടെ ഈ ടോപ്പിക് ചൂസ് ചെയ്യും. അപ്പൊ ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കോമൺ മിസ്റ്റേക്ക്. കോമൺലി ബ്ലോഗ് എഴുതുന്നവർ യൂസ് ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ് കോപ്പി കണ്ടന്റ്. സെയിം ChatGPT എവിടെ നിന്ന് എടുക്കുന്നു, ഇല്ലെങ്കിൽ വേറെ ആരും യൂസ് ചെയ്ത കണ്ടന്റ് നേരെ കോപ്പി ചെയ്ത് ആഡ് ചെയ്തു. അതിനേക്കാൾ നമ്മൾ ഓൺവേർഡ്സിൽ എഴുതുന്ന കണ്ടന്റ് കുറച്ചും കൂടെ അട്രാക്ട് ചെയ്യും. പിന്നെ കീവേഡ് സ്റ്റഫ്, നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് ഒരുപാട് തവണ അതിൽ തന്നെ കീവേഡ് യൂസ് ചെയ്ത് കീവേഡ് സ്റ്റഫിങ് ആക്കുക. അത് നമ്മളുടെ റാങ്കിങ്ങിലോട്ട് വരുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഗൂഗിളിലെ അൽഗോരിതം പ്രകാരം അപ്ഡേറ്റ് വരുമ്പോൾ നമ്മുടെ താഴോട്ട് കൊണ്ടുവരും. അതൊരു എത്തിക്കൽ ആണ്, മീൻസ് അൺഎത്തിക്കലായി നടക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഈ കീവേഡ് സ്റ്റഫിങ് എന്നത്. അത് യൂസ് ചെയ്തിരിക്കുക. പിന്നെ പുവർ ഹെഡ്ലൈൻസ്, കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന പോലത്തെ ഹെഡിങ് അല്ലാതെ അട്രാക്റ്റീവ് പോലത്തെ ഒരു ഹെഡ്ലൈൻ യൂസ് ചെയ്യാം. പിന്നെ നോ ഇമേജ്, ഇമേജ് കൊടുക്കാതെയുള്ള ബ്ലോഗ് എല്ലാം ഒഴിവാക്കി ഇമേജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബ്ലോഗ് യൂസ് ചെയ്യാം. പബ്ലിഷിംഗ് വിത്തൗട്ട് SEO ഒപ്റ്റിമൈസേഷൻ, SEO ഒപ്റ്റിമൈസ് ചെയ്യാതെ കണ്ടന്റ് പബ്ലിഷ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഒരു കൺക്ലൂഷൻ നോക്കാം. ബ്ലോഗ് ടോപ്പിക് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സക്സസ്. കാരണം ഒരു ബ്ലോഗ് ടോപ്പിക് എന്താണ്, നമ്മുടെ വെബ്സൈറ്റിലും തേർഡ് പാർട്ടി സൈറ്റുകളിലെല്ലാം നമുക്ക് ബ്ലോഗ് എഴുതാൻ പറ്റുന്നുണ്ട്. അത് നമുക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മാർക്കറ്റിംഗ് സക്സസ്. മറ്റുള്ളവരിലോട്ടും നമ്മളെ കുറിച്ച് അറിയാൻ ഉപയോഗിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഈ ബ്ലോഗ് എന്നുള്ളത്. അത് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സക്സസ് ചെയ്യാൻ സാധിക്കും. പിന്നെ പ്രോപ്പർ ടോപ്പിക് റിസർച്ച് ഇംപ്രൂവ് വെബ് ട്രാഫിക് ആൻഡ് എൻഗേജ്മെന്റ്. നല്ലൊരു ടോപ്പിക് നമ്മൾ റിസർച്ച് ചെയ്ത് ബ്ലോഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്രാഫിക് വരാനും എൻഗേജ്മെന്റ് നടക്കാനും സഹായിക്കും. ഓക്കെ, അതുപോലെ SEO ഒപ്റ്റിമൈസേഷൻ ഹെൽപ്പ് റാങ്ക് ബ്ലോഗ് ഓൺ സെർച്ച് എഞ്ചിൻ. നമ്മൾ പ്രോപ്പറായിട്ട് SEO ചെയ്യുകയാണെങ്കിൽ സെർച്ച് എഞ്ചിനിൽ നമ്മുടെ ബ്ലോഗ് റാങ്കിങ്ങിലോട്ട് വരും. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ബ്ലോഗ് ആഡ് ചെയ്യേണ്ട സ്ട്രക്ചർ. എന്തെല്ലാമാണ് ബ്ലോഗ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കി. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.